തിരുവനന്തപുരം മംഗലപുരത്തെ തെരുവ് നായ ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. 4 വയസ്സുകാരി അടക്കം 10ഓളം പേർക്ക് നായയുടെ കടിയേറ്റിരുന്നു. അഞ്ജു ജയപ്രകാശുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മഞ്ജു, വിവരങ്ങൾ പറയാം. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നത്. തലസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെരുവുനായ ആക്രമണം വലിയ രൂക്ഷമായി തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഈ വളർത്തു മൃഗങ്ങളെ ഉൾപ്പെടെ കടിച്ചു കൊല്ലുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിന്നിരുന്നു. അതിന് തൊട്ട് മുൻപത്തെ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന അച്ഛനും മകളെയും തെരുവുനായ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ, അങ്ങനെ ഓരോ ദിനം പ്രതിയും തെരുവുനായയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ് തലസ്ഥാനത്ത് നിന്നുണ്ടാകുന്നത്. ഇന്നിതാ 4 വയസ്സുകാരിയായിട്ടുള്ള 2 കുട്ടികളടക്കം 10ഓളം പേരെയാണ് തിരുവനന്തപുരം മംഗലപുരത്ത് തെരുവ് നായ ആക്രമിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കാം, തെരുവ് നായ തൊട്ടടുത്തുള്ള റോഡിൽ നിന്ന് ഈ വീട്ടിന് മുന്നിലേക്ക് വാഹനം എത്തിയ ഉടനെ ഒരു കുട്ടി പുറത്തേക്ക്, 4 വയസ്സുകാരി പുറത്തേക്ക് വരുന്ന ആ കുട്ടിയെയാണ് കടിച്ചു കീറാൻ ശ്രമിച്ചത്. അത് തടയാൻ വേണ്ടി കുട്ടിയുടെ പിതാവ് തെരുവ് നായയെ തിരിച്ചാക്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പിതാവിന്റെ കൈ ഉൾപ്പെടെ കടിച്ചു പറിച്ചാണ് തെരുവുനായ അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. അതുൾപ്പെടെ ഇന്ന് രാവിലെ സംഭവിച്ചതാണ്. മാത്രമല്ല, മറ്റൊരു 4 വയസ്സുകാരിക്ക് നേരെയും മംഗലപുരത്ത് ആക്രമണമുണ്ടായി. ആ കുട്ടി വീട്ടിന് മുന്നിൽ നിന്ന് പല്ല് തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ 4 വയസ്സുകാരിയായിട്ടുള്ള ദക്ഷിണ എന്ന് പറഞ്ഞ കുഞ്ഞിനാണ് മംഗലപുരത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് വെച്ച് ആക്രമണം നേരിടേണ്ടി വന്നത്. മുഖത്തും തലയിലും ഉൾപ്പെടെ കടിയേറ്റിട്ടുണ്ടായിരുന്നു തെരുവുനായയുടെ. അവിടെ ആ കുട്ടീനെ രക്ഷിക്കാൻ ചെന്നിട്ടുണ്ടായിരുന്ന ആ കുട്ടിയുടെ അപ്പൂപ്പനായ ബാബുപിള്ള എന്ന് പറഞ്ഞ ആൾക്കും കടിയേറ്റിട്ടുണ്ട്. അതിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലുള്ള ഒരാൾക്ക് കടിയേറ്റിട്ടുണ്ട്. രാജേഷ് എന്ന് പറഞ്ഞ ആൾക്കാണ് കടിയേറ്റത്. കല്ലൂർ പാലം ഭാഗത്തേക്കാണ് പിന്നീട് ആ തെരുവുനായ ഓടിപ്പോയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാട്ടുകാർ പറയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യം തന്നെയാണ് തലസ്ഥാനത്തുള്ളത്. പകൽ സമയങ്ങളിൽ ഇങ്ങനെയാണെങ്കിൽ രാത്രി ഇതിലും വലിയ തരത്തിലാണ് ഈ റോഡിൽ ഉൾപ്പെടെ തെരുവുനായകൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതും വഴിയാത്രക്കാരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടെ കടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സംഗീത. അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.